ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് വിദ്യാർത്ഥികളോട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ. വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിനൊപ്പം ചില ശുപാർശകൾ കൂടി സ്ക്വാഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം, യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ശുപാർശ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ ഡോക്ടറായ അമ്മയുടെ സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം വന്നു. സിദ്ധാർത്ഥന്റെ കുറക്കോട് വീടിന് സമീപത്തെ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് റൂമിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദർ ഇവിടെയാണ് സ്വകാര്യ പരിശോധന നടത്തുന്നത്. ഈ ഡോക്ടറുടെ മകൻ കേസിൽ പ്രതിയാണ് എന്ന് ആരോപിച്ചായിരുന്നു പ്രവർത്തകർ ഡോക്ടറുടെ നെയിം ബോർഡ് എടുത്തെറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ചർച്ചയിൽ എത്തുന്നത്. ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പറയാൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിലുണ്ട്. അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിട്ടുനിന്നു. വിദ്യാർത്ഥികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. 85ഓളം ആൺകുട്ടികളാണ് അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരായിരുന്നത്. എന്നാൽ ഭൂരിഭാഗം അധ്യാപകരും പെൺകുട്ടികളും ഹാജരായില്ല. 4 അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമാണ് സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത്. ആൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുക്കാൻ പല കാരണങ്ങളും മൊഴിയെടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും പുറത്തു പോകും എന്ന് ഭയം കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നും ആരോപണം ഉയർന്നു. കൂടാതെ ക്യാമ്പസിൽ നേരത്തെയും സമാനമായ മർദ്ദനമുറകൾ നടന്നിരുന്നതായും റിപ്പോർട്ടുണ്ട്. 2019-ലും 2021-ലും സമാനമായി റാഗിംഗ് നടന്നു. ഇതിൽ 2 വിദ്യാർത്ഥികളാണ് ഇരയായത്. ഒരു വിദ്യാർത്ഥി 2 ആഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പറയാൻ വിദ്യാർത്ഥി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ ഭീകരമർദ്ദനവും പീഡനവും നേരിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചതെന്നും ഇത്ര വലിയ ക്രൂരത ചെയ്യാനുള്ള കാരണവും കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിലുണ്ട്. കോളേജിൽ അടിയന്തിരമായി CCTV സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് UGCക്ക് കൈമാറിയിട്ടുണ്ട്. 18 പേർ ചേർന്ന് സിദ്ധാർത്ഥനെ പലയിടങ്ങളിലായി മർദ്ദിച്ചു. ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും കുന്നിൻ മുകളിലും അടക്കം 4 ഇടത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചവർ, മർദ്ദിച്ച സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മിറ്റി പട്ടികയുണ്ടാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 21-നും 22-നുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ UGCക്ക് പരാതി നൽകിയത്. ഭയം കാരണം പേര് വയ്ക്കാതെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫെബ്രുവരി 26-ാം തീയതി മുതൽ മാർച്ച് 1 വരെയായിരുന്നു അന്വേഷണം. ഈ റിപ്പോർട്ട് ഡീൻ UGCക്ക് കൈമാറാൻ സമ്മതിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഒടുവിൽ ഡീനിനെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. 22 പേർ നേരിട്ട് ഉൾപ്പെടെ 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഫെബ്രുവരി 15-ാം തീയതിയാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് പോയത്. എന്നാൽ 15-ാം തീയതി രാത്രി രഹൻ ബിനോയ്, അഭിജിത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു. തുടർന്ന് 16-ാം തീയതി രാവിലെ 8 മണിക്ക് സിദ്ധാർത്ഥ തിരിച്ചെത്തി. അന്ന് പകൽ സ്വാഭാവികമായി കടന്നുപോയെങ്കിലും 16-ാം തീയതി രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത്. ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിൽ വെച്ചിട്ടായിരുന്നു മർദ്ദനം. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റു. ഇത് സംബന്ധിച്ച് 4 പേർ കമ്മിറ്റി മുമ്പാകെ സാക്ഷിമൊഴി നൽകി. മുഹമ്മദ് ഡാനിഷ്, ഹാഷിം, ആദിത്യൻ, സൗദ് റിസാൽ, രഹാൻ ബിനോയ്, ദേവരാഗ് എന്നിവരാണ് മർദ്ദിച്ചത്. അതിനുശേഷം ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലെത്തിച്ച സിദ്ധാർത്ഥനെ അവിടെ വെച്ചും വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു. മുഖ്യപ്രതി സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ, കാശിനാഥൻ, നസീഫ്, അമീൻ, അക്ബർ അലി, ആദിത്യൻ,
അൽത്താഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റസീൻ അബ്ദുൽ റീം, അജയ്, ശ്രീഹരി, സൗദ് റിസാൽ, അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. അവിടെ വെച്ചും ക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത്. സിൻജോ ജോൺസൺ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ പിടിച്ചു തൂക്കി നിർത്തിയെന്നും സ്റ്റീൽ അലമാരയോട് ചേർത്ത് നിർത്തി അമർത്തിയെന്നും സിദ്ധാർത്ഥന്റെ റൂമിൽ പേടിച്ച് വിരണ്ടിരിക്കുകയായിരുന്നുവെന്നും 57-ാം സാക്ഷി മൊഴി നൽകി. അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ സമ്മതിച്ചത്. അരുൺ കെ സിദ്ധാർത്ഥനെ തറയിൽ നിന്ന് എടുത്തുയർത്തി. സിദ്ധാർത്ഥനെ കൊണ്ട് വെള്ളം പോലെയുള്ളത് തുണി കൊണ്ട് തുടപ്പിച്ചു. ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനോട് അടിക്കാൻ പറഞ്ഞു. ഗിരികൃഷ്ണൻ സിദ്ധാർത്ഥനെ അടിച്ചെന്നും 57-ാം സാക്ഷി മൊഴി നൽകി. അടിച്ച ശേഷം മുറിക്ക് പുറത്തിറങ്ങി ഗിരികൃഷ്ണൻ കരഞ്ഞു. 21-ാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയും കരച്ചിലും കേട്ടെന്നും മൊഴി നൽകി. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കോറിഡോറിലൂടെ നടത്തിച്ചു. ഓരോ കതകും തട്ടിവിളിപ്പിച്ചു. ഉറങ്ങിയവരെ വിളിച്ചുണർത്തിച്ചു എന്നുമാണ് 20-ാം സാക്ഷിയുടെ മൊഴി. അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥന്. എല്ലാവരെയും ഹോസ്റ്റൽ മുറികളുടെ പുറത്തേക്ക് വിളിപ്പിച്ച് ഹോസ്റ്റലിന്റെ പുറത്ത് നടുമുറ്റത്തെത്തിച്ചു. അടിവസ്ത്രത്തിൽ നിർത്തി. കൂട്ടം ചേർന്ന് പരസ്യമായ വിചാരണ തുടങ്ങി. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയിപ്പിച്ചു. ക്ഷമാപണം നടത്തുന്നു എന്നും പറയിപ്പിച്ചു. അതിന് പിന്നാലെ നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി. തല്ലുകയും ചവിട്ടുകയും ചെയ്തു. ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് അടിച്ചു. 58-63 സാക്ഷികളാണ് ഇക്കാര്യം മൊഴി നൽകിയത്. കാശിനാഥനാണ് പലതവണ സിദ്ധാർത്ഥനെ ബെൽറ്റ് കൊണ്ട് അടിച്ചതെന്നും മൊഴി നൽകി. തൃശൂരുകാരിയായ പെൺകുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണമാണുള്ളത്. എന്നാൽ ഈ പെൺകുട്ടി ഇപ്പോഴും കേസിൽ പ്രതിയല്ല. സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായെന്നും മൊഴിയിലുണ്ട്. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ ചവിട്ടി. കാലിന്റെ വിരൽ ഉപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു. നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ചു. കുനിച്ചു നിർത്തി പുറത്ത് പലതവണ അടിച്ചു. ആകാശ് തലക്കടിച്ചു. സാങ്കല്പിക കസേരയിൽ പലതവണ ഇരുത്തി. മർദ്ദനം തുടർന്നു. ഇരിക്കാനാകാതെ പലതവണ സിദ്ധാർത്ഥ നിലത്തു വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ല. 2 സീനിയർ വിദ്യാർത്ഥികൾ അടിക്കരുത് എന്ന് പറഞ്ഞു. രോഹൻ രമേശും PG വിദ്യാർത്ഥി നിതിൻ ശങ്കറുമാണത്. പക്ഷേ മർദ്ദനം നിർത്താൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പിന്നീട് 1-ാം നിലയിലെ ഡോർമെട്രിയിലേക്ക് സിദ്ധാർത്ഥനെ എത്തിച്ചു. കാശിനാഥൻ അവിടെ വെച്ച് മർദ്ദനം തുടർന്നു. സിദ്ധാർത്ഥിന്റെ ശരീരം നിറയെ മർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്ന് 39-ാം സാക്ഷി മൊഴി നൽകി. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി വേദന കൊണ്ട് കുടിക്കാനായില്ലെന്നും മൊഴിയിൽ പറയുന്നു. തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു. 18-ാം തീയതി രാവിലെ തൊണ്ട വേദനിക്കുന്നു എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. തൊണ്ടയിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല. പകരം മെഡിസിൻ കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഇത് എങ്ങനെ ഒരു മാതാപിതാക്കൾ സഹിക്കും? ഏതൊരു മക്കളെയും ഇത്തരം കലാലയങ്ങളിലേക്ക് മാതാപിതാക്കൾ അയക്കുന്നത് ഒന്നാം സ്ഥാപനത്തെ വിശ്വസിച്ചിട്ടാണ്. ഒന്നാമത് അത് തന്നെയാണ്. രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ എടുത്താലും ആ സ്ഥാപനത്തിലുള്ള വിശ്വാസം തന്നെയാണ്. മക്കളെ ഒരുക്കി ആ സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് ഇങ്ങനെയാണ് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഒരിക്കലും. ഒന്നും പറയാനില്ല. നന്ദി.